കുമരകം ഹൗസ് ബോട്ടിങ് പോയതാണ് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ആ ബോട്ടാണ് ഈ കാണുന്നത്. അതിൽ കയറിയിട്ട് ഒരു 11 മണി അങ്ങോട്ടാണ് പറഞ്ഞത്. ഞങ്ങളെല്ലാവരും എത്തിയപ്പോൾ 11:30 കഴിഞ്ഞ്. അങ്ങനെയാണ്. കുറച്ച് പേരൊക്കെ എത്തി, കുറച്ച് പേര് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതിൽ കയറിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള 2 ബെഡ്റൂമുണ്ട്. പിന്നെ മുകളിലും ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. പിന്നെ താഴത്തും പിന്നെ ഭക്ഷണം കഴിക്കാൻ. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞിട്ടാണ് കയറിയത്. കയറി കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ ചെന്നപ്പോൾ അടുക്കളയിലേക്ക് പോയി വന്നപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കുന്നതായിരുന്നു. ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, കുമ്പളങ്ങ കറി ഉണ്ടായിരുന്നു, പിന്നെ അച്ചിങ്ങത്തോരൻ, പിന്നെ ക്യാബേജ് തോരൻ, പിന്നെ ഇവിടെ ചോറ് ഒരു ചേട്ടൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കരിമീൻ ഉണ്ടായിരുന്നു, കരിമീൻ ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ കഴുകി വെച്ചങ്ങനെയായിരുന്നു. പിന്നെ കുമ്പളങ്ങ കറി, സാമ്പാർ, പിന്നെ കുറേ പിന്നെ എന്തെന്നാണ് അച്ചാർ, പിന്നെ കരിമീൻ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ സലാഡ് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ഭക്ഷണമൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ചായയും പിന്നെ പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു ഭക്ഷണമൊക്കെ. അവിടുത്തെ 3 ചേട്ടന്മാരായിരുന്നു. ബിജു എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു കേട്ടോ ഷെഫ്. പിന്നെ വേറെ 2 പേരും കൂടി ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ ബോട്ടിൻ്റെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്പർ ഞാൻ വീഡിയോ എടുത്തപ്പോൾ യൂട്യൂബിൽ വേണമെങ്കിൽ നമ്പർ കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പം ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അനീഷ് എന്നാണ് ആ ചേട്ടൻ പേര് പറഞ്ഞു തന്നത് കേട്ടോ. നമ്പർ പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണട്ടെ. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സൺഡേ ആണ് ഞങ്ങൾ വന്നത്. 32 പേരോ 30 പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫാമിലി എല്ലാവരും കൂടിയിട്ട്. ഇപ്പോൾ റൂമാണ് കേട്ടോ കാണിക്കണത്. 2 റൂമുണ്ടായിരുന്നു, ഇതുപോലത്തെ 2 റൂമുണ്ടായിരുന്നു, ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട്. എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇതുപോലെ നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഹൗസ് ബോട്ടിങ്ങിനൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. ആൾ കൂടണതനുസരിച്ചാണോ എങ്ങനെയാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് ഞാൻ ഇടണ ഈ നമ്പറിൽ വിളിച്ച് നോക്കിയിട്ട് ഒന്ന് കൺഫേം ചെയ്യണം കേട്ടോ, പോകാൻ ആഗ്രഹമുള്ളവർ.